75ാം ജൂബിലി നിറവിൽ നിൽക്കുന്ന അനേകരം പ്രേക്ഷകരെ ഭാരതസഭയ്ക്ക് സമ്മാനിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ ഭക്ത സംഘടനയായ നമ്മുടെ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ പ്രഥമ ഡയറക്ടറായ ജോസഫ് മാലിപ്പറമ്പിൽ അച്ഛന്റെ അനുസ്മരണ ദിനമാണല്ലോ ഇന്ന്. പലരിൽ നിന്നും കേട്ടറിഞ്ഞ പരിചയം നമ്മളിൽ ഏറെ പേർക്കും ഉള്ളുവെങ്കിലും അനിതര സാധാരണമായ പ്രഭ പടർത്തി കടന്നുപോയ പ്രേക്ഷിതവര്യനായിരുന്നു ജോസഫ് മാലിപ്പറമ്പിൽ അച്ഛൻ. മിഷൻ ലീഗ് എന്ന സംഘടനയുടെ രൂപീകരണത്തിലൂടെയും അതിന്റെ വിവിധ പ്രവർത്തനങ്ങളിലൂടെയും അച്ഛന്റെ സമഗ്ര സംഭാവനകൾ കേരളീയ സമൂഹത്തിനും സഭയിലും ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണെന്ന് നമുക്കേവർക്കും അറിയാം. ആർദ്രത നഷ്ടപ്പെടുത്തുന്ന ആധുനിക ചുറ്റുപാടുകളിൽ അത് പുനർസൃഷ്ടിക്കാൻ മിഷൻ ലീഗ് നടത്തുന്ന വിവിധ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് അച്ഛനോട് നാം എന്നും കടപ്പെട്ടിരിക്കുന്നു. 6 ശതാബ്ദത്തിൽ ഏറെക്കാലം പ്രകാശം പരത്തിയ സമർപ്പിത ജീവിതത്തിന് കലർപ്പില്ലാത്ത മുദ്രകൾ വരും തലമുറയ്ക്ക് അവശേഷിപ്പിച്ച് കടന്നുപോയ മഹാമിഷണറിയായ മാലിപ്പറമ്പിൽ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ കുഞ്ഞു മിഷണറിമാരിലേക്ക് എത്തിക്കുന്നതിനാണല്ലോ നാം ഇനി അസാധാരണ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. മാലിപ്പറമ്പിൽ അച്ഛന്റെ അനുസ്മരണ യോഗം നടക്കുന്ന ഈ വേദിയെ പ്രാർത്ഥനാ നിർഭരമാക്കാൻ നൃത്ത ചുവടുകളുമായി തൊടുപുഴ ശാഖയിലെ കുഞ്ഞു മിഷണറിമാർ എത്തുന്നു. ഗുരുവാകണം തുണയായി നീ തണലാകണം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. അച്ഛനായും ദൂരെയും ചാരെയും കൂട്ടാകണം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. ഗുണവാരിധേ നീ ഗുരുവാകണം തുണയായി നീ
തണലാകണം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. ഗുണവാരിധേ നീ ഗുരുവാകണം, തുണയായി നീ തണലാകണം. അറിവേ വെളിച്ചം നിറവേ തെളിച്ചം അവിരാമമകനാരിൽ കുടികൊള്ളണം. പ്രാർത്ഥനയുടെ ചൈതന്യം മനസ്സിലും കണ്ണിലും നിറച്ച് കുഞ്ഞു മിഷണറിമാർക്ക് നന്ദി. ഈ യോഗവേദിയിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടി തൊടുപുഴ മേഖല റീജിയണൽ ഓർഗനൈസർ മരിയ വിൽസനെ ക്ഷണിക്കുന്നു. സ്നേഹ ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, എൻ്റെ പ്രിയ കുഞ്ഞു മിഷണറിമാരെ, ഏഷ്യയിലെ ഏറ്റവും വലിയ സംഘടനയായി ഇന്ന് പ്ലാറ്റിനം ജൂബിലി നിറവിൽ ജ്വലിച്ചു നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചെറുപുഷ്പം മിഷലിംഗിന്റെ സ്ഥാപക ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോസഫ് മാലിപ്പറമ്പിലച്ചന്റെ അനുസ്മരണ സമ്മേളനം ഇന്ന് തൊടുപുഴ മേഖല കോതമംഗലം രൂപതയോടൊപ്പം ചേർന്ന് സംഘടിപ്പിച്ചിരിക്കുകയാണല്ലോ. ചെറുപുഷ്പം മിഷലിംഗ് കോതമംഗലം രൂപതയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വർഗീസ് പാർമേൽ അച്ഛനെയും സഹായശക്തിയായി നിലകൊള്ളുന്ന ഫിലോറാണി സിസ്റ്ററിനെയും രൂപതാ പ്രസിഡന്റ് കെവിൻ ചേട്ടായെയും മറ്റ് രൂപതാ ഭാരവാഹികൾ ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. തൊടുപുഴ മേഖലയെ നയിക്കുന്ന മാലിപ്പറമ്പിൽ അച്ഛൻ്റെ വിദ്യാർത്ഥിയും കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാൻലി അച്ഛനെയും എല്ലാത്തിനും കൂട്ടായി നിൽക്കുന്ന ജോസഫ് വടക്കേടത്തച്ഛനെയും റെജിൻ സിസ്റ്ററിനെയും മറ്റ് മേഖലാ ഭാരവാഹികളെയും മേഖലാ കുടുംബത്തിലെ ഓരോ ശാഖയിലെയും ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ അച്ഛന്മാരെയും ആനിമേറ്റർ സിസ്റ്റേഴ്സിനെയും മറ്റ് ഭാരവാഹികളെയും ഈ യോഗത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് മിഷലിംഗ്. താങ്ക് യു മരിയ. ചെറുപുഷ്പ മിഷലിംഗ് സ്ഥാപക ഡയറക്ടറായ മാലിപ്പറമ്പിലച്ചന്റെ അനുസ്മരണ വേദിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന മേഖലാ പ്രസിഡന്റ് അലൻ ബൈജുവിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട വൈദികരി, സിസ്റ്റേഴ്സ്, എൻ്റെ കുഞ്ഞു മിഷണറിമാരെ, മിഷൻ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മിഷണറിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും മറക്കാനാകാത്തൊരു ദിനമാണല്ലോ സെപ്റ്റംബർ 9. ചെറുപുഷ്പം മിഷൻ ലീഗിൻ്റെ സ്ഥാപക ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോസഫ് മാലിപ്പറമ്പിലച്ചൻ്റെ അനുസ്മരണ ദിനം. എല്ലാവർക്കും ആദ്യമേ തന്നെ ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ ഒത്തിരിയേറെ സ്നേഹത്തോടു കൂടി നേരുന്നു. ആരായിരുന്നു ജോസഫ് മാലിപ്പറമ്പിലച്ചൻ? എന്താണ് മിഷൻ? എന്തിനാണ് മിഷൻ ലീഗ്? ആരാണ് ഒരു യഥാർത്ഥ മിഷണറി എന്ന് നമുക്ക് കാട്ടിത്തന്ന ഒരു മഹനീയ വ്യക്തിത്വം. സുന്ദരമായ ഒരു ജീവിതത്തിൻ്റെ മനോഹരമായ ഒരു ആവിഷ്കരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ശിശുസഹജമായ നിർമ്മലതയും നിഷ്കളങ്കതയും തൻ്റെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കുവാൻ പരിശ്രമിച്ച ഒരു ഇതിഹാസ തുല്യമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ. CML സ്ഥാപനത്തിലൂടെ കേരള കത്തോലിക്ക യുവത്വത്തിൽ പ്രേക്ഷിത ഇഷ്ണതയുടെ ഒരു കുത്തൊഴുക്കിന് തുടക്കം കുറിക്കുന്ന ഒരു മഹനീയമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ് ബഹുമാനപ്പെട്ട ജോസഫ് മാലിപ്പറമ്പിലച്ചൻ. അദ്ദേഹം നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഒരു സ്വയം പ്രേക്ഷിതനാവുക എന്നതിലുപരി അനേകായിരങ്ങളെ പ്രേക്ഷിത രംഗത്തിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ വഴി കാട്ടുക എന്നതാണ് യഥാർത്ഥ ഒരു പ്രേക്ഷിത ദൗത്യം.
ഇത് തന്നെയാണ് ഇന്നത്തെ ആശംസയും. എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ ഞാൻ ഇന്നത്തെ ദിവസത്തിൽ നേരുകയാണ്. എല്ലാവർക്കും പരസ്പര സ്നേഹത്തിനും സേവനത്തിനും സഹനത്തിനും ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവനായി മാറുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നേ ദിവസത്തിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. താങ്ക് യു അലൻ. മാലിപ്പറമ്പിൽ അച്ഛനെ കുറിച്ച് വരികൾ എഴുതി ട്യൂൺ ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഒരു ആൽബം സോങ്ങുമായി നിങ്ങളുടെ മുൻപിലെത്തുന്നു തൊടുപുഴ ഈസ്റ്റ് ശാഖയിലെ കുഞ്ഞു മിഷണറിമാർ. പൗരോഹിത്യത്തിൻ ശ്രേഷ്ഠതയും ഉയർത്തിയിടുന്നൊരു പുണ്യചരിതൻ, ദൈവസ്നേഹത്തിൻ അടയാളമായി ജീവിതമർപ്പിച്ച സ്നേഹ തേജസ്വി. പൗരോഹിത്യത്തിൻ ശ്രേഷ്ഠതയും ഉയർത്തിയിടുന്നൊരു പുണ്യചരിതൻ, ദൈവസ്നേഹത്തിൻ അടയാളമായി ജീവിതമർപ്പിച്ച സ്നേഹ തേജസ്വി. ആത്മീയാചാര്യൻ മഹാപ്രേക്ഷിതൻ, തലമുറകൾക്കെന്നും മാർഗദീപം. മാലിപ്പറമ്പിൽ ജോസഫ് അച്ഛ ഞങ്ങളെത്തിക്കും മുൻപിലാദരാ സ്നേഹാഞ്ജലി പുഷ്പാഞ്ജലി സ്നേഹാഞ്ജലി പുഷ്പാഞ്ജലി. ബാലികബാലന്മാരുടെ മനസ്സിൽ നൂതന പ്രേക്ഷിത വഴി തെളിച്ചു. സ്നേഹം, ത്യാഗം, സേവനം, സഹനം ഇന്നും മിഷൻ ലീഗിൻ ചൈതന്യമാ. ദൈവവിളിതൻ മഹാത്മ്യമോടി സന്ദേശമായി ജീവിതമേകി. പ്രേക്ഷിതരാമത്തിൽ വേല ചെയ്യാൻ യുവതിയുവാക്കൾ സന്നദ്ധരാ. ആത്മീയാചാര്യൻ മഹാപ്രേക്ഷിതൻ, തലമുറകൾക്കെന്നും മാർഗദീപം. മാലിപ്പറമ്പിൽ ജോസഫ് അച്ഛ ഞങ്ങളെത്തിക്കും മുൻപിലാദരാ സ്നേഹാഞ്ജലി പുഷ്പാഞ്ജലി സ്നേഹാഞ്ജലി പുഷ്പാഞ്ജലി. നന്മ വിതച്ചു നന്മകൾ കൊയ്തു സുഹൃതം പരത്തിയ കർമ്മയോഗി. അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷയായി വേദനിക്കുന്നോർക്കാലംബമായി മതജാതി സൗഹൃദമെന്നും വളർത്തി നാടിന് ഐക്യത്തിൻ വേദിയായി. ആത്മീയ പരിമളം എങ്ങും നിറച്ചു മഹാമിഷണറി ജോസഫ് അച്ഛൻ. പൗരോഹിത്യത്തിൻ ശ്രേഷ്ഠതയും ഉയർത്തിയിടുന്നൊരു പുണ്യചരിതൻ, ദൈവസ്നേഹത്തിൻ അടയാളമായി ജീവിതമർപ്പിച്ച സ്നേഹ തേജസ്വി. ആത്മീയാചാര്യൻ മഹാപ്രേക്ഷിതൻ, തലമുറകൾക്കെന്നും മാർഗദീപം. മാലിപ്പറമ്പിൽ
കൂടി സ്വാഗതം ചെയ്യുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ കുഞ്ഞു മിഷണറിമാരെ, മിഷൻ ലീഗിന്റെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളായ മാലിപ്പറമ്പിലച്ചന്റെ അനുസ്മരണം തൊടുപുഴ മേഖലയുടെ നേതൃത്വത്തിൽ രൂപതാ തലത്തിൽ നമ്മൾ ഇന്ന് നടത്തുമ്പോൾ ഒത്തിരി സന്തോഷം ഉണ്ട്. സ്ഥാപക ഡയറക്ടർ കൂടിയായിരുന്ന മാലിപ്പറമ്പിലച്ചന്റെ അനുസ്മരണം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. സീറോ മലബാർ സഭയുടെ സമൂഹമായ MST സഭാംഗമായ മാലിപ്പറമ്പിലച്ചൻ ഈശോയെ പോലെ ശാന്തശീലനും വിനീത ഹൃദയനുമായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരെ സ്നേഹിക്കാനും വേദനിക്കുന്നവരോടൊപ്പം വേദനിക്കാനും അദ്ദേഹത്തിന് വലിയൊരു മനസ്സുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരു വിശുദ്ധമായ ഒരു അസംതൃപ്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും. ഈ വിശുദ്ധമായ അസംതൃപ്തി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉണ്ടായെന്ന് വെച്ചാൽ സഭയോടുള്ള, ഈശോയോടുള്ള, സംഘടനയോടുള്ള സ്നേഹമാണ് അദ്ദേഹത്തിന് വിശുദ്ധമായ അസംതൃപ്തി ഉണ്ടായിരുന്നത്. ഓരോ ദിവസവും ഇതുപോരാ, ഇനിയും ചെയ്യണം, സഭയ്ക്ക് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി ധാരാളം പ്രവർത്തിക്കണം, തന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യണം എന്ന വലിയ ഒരാഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഓരോ മിഷണറിമാരും ഓരോ ചെറുപുഷ്പ അംഗങ്ങളും ഉണ്ടായിരിക്കേണ്ട മനോഭാവം ഇത് തന്നെയാണ്. ഈശോയോടുള്ള, സംഘടനയോടുള്ള, സഭയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കാം. അത് വലിയ തീഷ്ണതയോടെ, എളിമ നിറഞ്ഞ മനസ്സോടെ, ഒത്തിരി സ്നേഹത്തോടെ, സന്തോഷത്തോടുകൂടെ ചെയ്യാൻ ഈ ദിവസം നമുക്കൊരു തീരുമാനമെടുക്കാം. എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് വലിയൊരു മാതൃകയാണ്. നമ്മളുടെ ഈ സംഘടനയിലൂടെ പ്രവർത്തിക്കാൻ നമ്മെ കൂടുതൽ ജ്വലിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു പാറമേലച്ച. അടുത്തതായി മാലിപ്പറമ്പിലച്ചന്റെ ജീവിത ചരിത്രം ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ചിത്രങ്ങളുടെ സഹായത്തോടെ മനോഹരമായി അവതരിപ്പിക്കുന്നതായി പുന്നതാനം ശാഖയെ ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുന്ദരമായ ഒരു ജീവിതത്തിന്റെ മനോഹരമായ ആവിഷ്കാരമായിരുന്നു ബഹുമാനപ്പെട്ട ജോസഫ് മാലിപ്പറമ്പിലച്ചൻ. കേരള കത്തോലിക്ക യുവത്വത്തിൽ പ്രേക്ഷിത തീക്ഷ്ണതയുടെ കുത്തൊഴുക്കിന് ആരംഭം കുറിച്ച പ്രേക്ഷിത പിതാവായിരുന്നു അദ്ദേഹം. 1909 ഡിസംബർ 24 ജനനം. 1936 ഡിസംബർ 21 മംഗലപ്പുഴ സെമിനാരി ചാപ്പലിൽ വെച്ച് വൈദികനായി അഭിഷിക്തനായി. 10 വർഷക്കാലത്തോളം സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത പ്രതീകമായ സെന്റ് തോമസ് മിഷൻ സൊസൈറ്റിയുടെ ഡയറക്ടർ ജനറലായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ദൈവവിളികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അനേകായിരം യുവാക്കൾക്ക് പ്രേക്ഷിത രംഗത്തേക്കുള്ള വഴികാട്ടിയായി. മംഗലപ്പുഴ സെമിനാരിയുടെയും SS സന്യാസിനി സമൂഹത്തിന്റെയും റോഗത്തിയ സെമിനാരിയുടെയും ആത്മീയ പിതാവായിരുന്നു അദ്ദേഹം. 1944 ഭരണങ്ങാനം ഇടവകയിൽ നിയോഗിക്കപ്പെട്ടു. ഈ കാലഘട്ടത്തിലാണ് മിഷൻ ലീഗ് കുഞ്ഞേട്ടൻ എന്നറിയപ്പെടുന്ന PC അബ്രാഹത്തിന്റെ പ്രേരണയാൽ മിഷൻ ലീഗ് എന്ന സംഘടനയ്ക്ക് ജന്മം നൽകിയത്. 1947 ഒക്ടോബർ 3 മിഷൻ ലീഗ് എന്ന സംഘടന ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഭരണങ്ങാനത്തായിരുന്നു മിഷൻ ലീഗിന്റെ ആദ്യ സ്ഥാപനം. പിന്നീട് കുഞ്ഞേട്ടനിലൂടെ കേരളം മുഴുവൻ ഈ സംഘടന വ്യാപിച്ചു. 1968 മുതൽ 78 വരെയുള്ള കാലയളവിൽ MSTയുടെ ഡയറക്ടർ ജനറലായിരുന്നു. 1978 മുതൽ 83 വരെയുള്ള കാലയളവിൽ MSTയുടെ മൈനർ സെമിനാരിയായ ദീപ്തി കോളേജിന്റെ ഡയറക്ടറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. പിന്നീട് മടിയൂർക്കരയിലുള്ള ജ്യോതിസ് ഭവനത്തിൽ വെച്ച് അദ്ദേഹത്തിന് അർബുദം ബാധിക്കുകയും 1998 സെപ്റ്റംബർ 9 വിശ്രമിക്കാൻ സന്നദ്ധമല്ലായിരുന്ന ശരീരവും മനസ്സും നിത്യവിശ്രമത്തിന്റെ നിശബ്ദമായ സൗന്ദര്യത്തിലേക്ക് ലയിച്ചു. 6 പതിറ്റാണ്ട് കാലത്തോളം തന്റെ വൈദിക ജീവിതം നിർമ്മലമായി അനുഷ്ഠിച്ച് സമർപ്പിത ജീവിതത്തിന്റെ കലർപ്പില്ലാത്ത മാതൃക നമുക്ക് സമ്മാനിച്ച് കടന്നുപോയ മാലിപ്പറമ്പിലച്ചനെ നമുക്ക് എന്നെന്നും ഓർക്കാം. അദ്ദേഹം നമ്മുടെ പ്രേക്ഷിത ജീവിതത്തിൽ വലിയൊരു മാതൃകയാവട്ടെ. നന്ദി. താങ്ക് യു പൊന്നന്താനം ശാഖ. മാലിപ്പറമ്പിലച്ചന്റെ വിദ്യാർത്ഥിയായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മേഖലാ ഡയറക്ടർ സ്റ്റാൻലി കുന്തിയിലച്ചൻ
മാലിപ്പറമ്പിൽ അച്ഛനെ കുറിച്ചുള്ള അനുഭവം നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുന്നു. പ്രിയ കുഞ്ഞു മിഷണറിമാരെ, എല്ലാവർക്കും സ്നേഹവന്ദൻ. ബഹുമാനപ്പെട്ട ജോസഫ് മാലിപ്പറമ്പിൽ അച്ഛനെ സ്നേഹത്തോടെ ഓർക്കുന്ന ദിവസങ്ങളാണല്ലോ ഇത്. ആ നല്ല പുരോഹിത ശ്രേഷ്ഠന്റെ കീഴിൽ 3.5 വർഷം ആത്മീയ ശിഷ്യനായിട്ട് വളരാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വളരെ സന്തോഷവാനുമാണ് ആ കാര്യത്തിൽ. മാതൃക കൊണ്ട് വൈദിക വിദ്യാർത്ഥികളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വന്യ പുരോഹിതൻ, കൊച്ചുപദേശങ്ങൾ കൊണ്ട് മനസ്സില് ദൈവസ്നേഹത്തിന്റെ ചിന്തകൾ ഉണർത്തിയ ഒരു വന്യ പുരോഹിതൻ. സ്നേഹവും ത്യാഗവും സേവനവും സഹനവും ഒക്കെ ജീവിതത്തിൽ അനുഷ്ഠിച്ചു പോന്ന ഒരു നല്ല വൈദികൻ. നന്ദിയോടെ മാത്രമേ മാലിപ്പറമ്പിൽ അച്ഛനെ കുറിച്ച് എനിക്ക് ഓർക്കാൻ പറ്റൂ. ഞാനൊരു ദിവസം അച്ഛൻ്റെ മുറിയിൽ ചെല്ലുമ്പോൾ അച്ഛൻ അലമാരികളിലുള്ളതെല്ലാം എടുത്ത് തറയിൽ വെച്ച് എന്തൊക്കെയോ തിരയുന്നു. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇതെന്താ പുസ്തകങ്ങളും തുണിയും എല്ലാം തറയിൽ വലിച്ചു വാരിയിട്ടിരിക്കുന്ന, എന്താ അച്ഛൻ തിരയുന്നത്? അച്ഛൻ എന്നോട് പറഞ്ഞു, സിസ്റ്റർ അൽഫോൻസയുടെ ഒരു കത്ത് എനിക്ക് കിട്ടിയത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതെവിടെ പോയി എന്നറിയില്ല. അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ പെട്ടെന്ന് അച്ഛൻ്റെ തിരച്ചിലിന് തടസ്സമുണ്ടാക്കണല്ലോ എന്ന് കരുതി ഞാൻ മുറിയിൽ നിന്ന് പോന്നു. അച്ഛൻ തിരഞ്ഞെങ്കിലും കത്ത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. സിസ്റ്റർ അൽഫോൻസിയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുന്ന നാളുകളായിരുന്നത്. ഭരണങ്ങാനത്ത് മാലിപ്പറമ്പിൽ കൊച്ചച്ഛനായിരുന്നു. സിസ്റ്റർ അൽഫോൻസിയെ പരിചയമുണ്ട്, കുമ്പസാരിപ്പിച്ചിട്ടുണ്ട്, ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അച്ഛൻ അവിടെ നിന്ന് സ്ഥലം മാറിക്കഴിഞ്ഞപ്പോൾ സിസ്റ്റർ അൽഫോൻസ അച്ഛൻ അയച്ച ഒരു കത്ത്, നിർമ്മല ഹൃദയത്തിൽ നിന്ന് രൂപപ്പെട്ട കത്ത് അച്ഛൻ സൂക്ഷിക്കുകയായിരുന്നു. തനിക്ക് പരിചയമുള്ള കൊച്ചു സിസ്റ്റർ വാഴ്ത്തപ്പെട്ടവളാകും എന്ന് അറിഞ്ഞപ്പോഴും സന്തോഷത്തോടെ പെട്ടികളെല്ലാം പരതി നോക്കിയതാണ്. പക്ഷെ കിട്ടിയില്ല. പക്ഷേ അച്ഛനും അൽഫോൻസയിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുക. സെമിനാരിയിൽ നിന്ന് അവധിക്ക് വീട്ടിൽ വന്നിട്ട് തിരിച്ച് സെമിനാരിയിൽ എത്തുമ്പോഴാണ് സാധാരണ ഞങ്ങൾ ഞങ്ങളുടെ സെമസ്റ്റർ ഫീസ് അടയ്ക്കുക. ഒരു പ്രാവശ്യം ഞാൻ വീട്ടിൽ വന്ന് തിരിച്ച് സെമിനാരിയിൽ എത്തിയപ്പോൾ ആ സെമസ്റ്ററിന്റെ ഫീസ് അടയ്ക്കാൻ എൻ്റെ കയ്യിലില്ലാതെ പോയി. ഞാൻ വീട്ടിൽ നിന്ന് തിരിച്ച് സെമിനാരിയിലേക്ക് പോകുമ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, മോനെ ഇപ്രാവശ്യം ഫീസ് തരാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, അടുത്ത പ്രാവശ്യം 2 സെമസ്റ്ററിലെയും കൂടെ ഒന്നിച്ച് അടച്ചുകൊള്ളാം എന്ന് അച്ഛനോട് പറയാൻ പറഞ്ഞു. പ്രൊക്കറേറ്ററിന്റെ അടുത്ത് ചെന്ന് ഫീസ് ഇല്ല എന്ന് പറയാൻ എനിക്ക് വലിയ ഒരു വിഷമവും ലജ്ജയും തോന്നി. ഞാനതുകൊണ്ട് സെമിനാരിയിൽ ചെന്നെങ്കിലും 2-3 ദിവസം ഇങ്ങനെ അല്പം മാനസികമായിട്ട് വിഷമിച്ച് നടന്നു. എൻ്റെ ആധ്യാത്മിക പിതാവായിരുന്ന മാലിപ്പറമ്പിൽ അച്ഛൻ എൻ്റെ മുഖത്തെ ഈ വിഷമം കണ്ടിട്ട് എന്നെ വിളിച്ചു. മുറിയിൽ കൊണ്ടുപോയി എന്നോട് ചോദിച്ചു, എന്തു പറ്റി? അവധി കഴിഞ്ഞ് വന്നിട്ട് സാധാരണ ഉള്ളതുപോലുള്ളൊരു പ്രസരിപ്പൊന്നും കാണുന്നില്ലല്ലോ, എന്താ വിഷമം? അപ്പം ഞാൻ അച്ഛനോട് കാര്യം പറഞ്ഞു. സെമസ്റ്റർ ഫീസ് അടയ്ക്കാൻ ഇപ്രാവശ്യം അപ്പച്ചൻ്റെ കയ്യിൽ നിന്നും കിട്ടിയില്ല, എനിക്ക് പോയി പറയാനൊരു വിഷമം.
അച്ഛൻ പറഞ്ഞു, അതിനെന്താ, സാരമില്ല. ഞാൻ മുറിയിൽ നിന്ന് അച്ഛൻ്റെ ആശീർവാദവും വാങ്ങിപ്പോന്നു. പിറ്റേ ദിവസം ആരും കാണാതെ അച്ഛൻ എന്നെ മുറിയിലേക്ക് വിളിച്ചു. എന്നിട്ട് എൻ്റെ കയ്യിലൊരു കവറ് തന്നു. അതിനകത്ത് ആ സെമസ്റ്ററിൻ്റെ ഫീസ് അടയ്ക്കാൻ ഉള്ള തുക മുഴുവനും ഉണ്ടായിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു, കൊച്ചാരോടും പറയണ്ട, പ്രൊക്യുറേറ്റ് അച്ഛൻ്റെ അടുത്ത് ഈ തുക കൊണ്ടുപോയി ഫീസ് അടച്ചോളാം. ഇതെനിക്ക് തിരിച്ചു തരികയും വേണ്ട, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് മാലിപ്പറമ്പിൽ അച്ഛൻ എന്നോട് പറഞ്ഞു. ഒരുപക്ഷേ അതൊരു വലിയ തുകയല്ല ഇന്ന് ചിന്തിക്കുമ്പോൾ, പക്ഷേ അന്ന് അതൊരു വലിയ തുകയായിരുന്നു എനിക്കും എൻ്റെ കുടുംബ അംഗങ്ങൾക്കും. മാലിപ്പറമ്പിൽ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ആ തുക വലിയൊരു ത്യാഗവുമായിരുന്നു. പക്ഷെ ആ വിശാല ഹൃദയത്തിന്റെ സ്നേഹവും കരുതലും എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അത്രമാത്രം ഒരു കരുതൽ എന്നോട് കാണിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ പ്രസംഗിക്കുന്ന സ്നേഹവും ത്യാഗവും സേവനവും സഹനവും ഒക്കെ ജീവിതത്തിലൂടെ പ്രകാശിതമാകുമ്പോഴല്ലേ ദൈവ തിരുമുൻപിൽ അത് അനുഗ്രഹീതമാകുന്നതും സ്വീകാര്യമാകുന്നതും. മാലിപ്പറമ്പിൽ അച്ഛൻ തന്ന ആ നല്ല മാതൃക മിഷൻ ലീഗിൻ്റെ അംഗങ്ങളായ കുട്ടികൾക്ക് ഒരു വലിയ ഉത്തേജനമാകണം. നമ്മുടെ ഒക്കെ കൊച്ചു ജീവിതങ്ങളിലൂടെ ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് കഴിയും. അച്ഛനായതിനു ശേഷം സെമിനാരിക്കാർ അവരുടെ ഫീസ് അടയ്ക്കാൻ വിഷമിക്കുന്നു എന്നറിഞ്ഞാൽ ഞാനും അച്ഛനെ പോലെ ഇതുപോലെ സാമ്പത്തിക സഹായം കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹത്തോടെ കരുതും. മാലിപ്പറമ്പിൽ അച്ഛന് സ്വർഗീയ സൗഭാഗ്യത്തിൽ പ്രകാശത്തിൻ്റെ നാട്ടിൽ പരിശുദ്ധൻ 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 എന്ന് പാടി മാലാഖമാരോടൊപ്പം സ്വർഗീയ സൗഭാഗ്യത്തിൽ നിന്ന് തുടരാൻ ദൈവം അനുമതി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും, മിഷണറിമാരായ കുഞ്ഞു മിഷണറിമാരായ നിങ്ങളെല്ലാവർക്കും ദൈവകൃപ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സ്റ്റാൻലി അച്ഛ. സ്വർഗത്തിന്റെ വാതിൽ എന്ന മനോഹരമായ സ്കിറ്റുമായി നമ്മുടെ മുൻപിൽ എത്തുന്നു പെരുമ്പിളിച്ചിറ ശാഖയിലെ കുഞ്ഞു മിഷണറിമാർ. അതേലോ ചേട്ടത്തി, എവിടുന്നാ? ഞാൻ ഭൂമിന്ന് കേട്ടിട്ടില്ലേ, വലിയ വീട്ടിൽ. ഓ, ചെറിയ വീട്ടിൽ അന്ന കൊച്ച് ഇന്നലെ രാത്രിയിലെ മരിച്ച് ഒരൊറ്റ അറ്റാക്ക്. അല്ല, കാരണവരാരാ? ഞാൻ പത്രോസ്. അയ്യോ, പത്രോസിലേക്കായിരുന്നോ? നിന്റെ ആ സ്വർഗത്തിന് വാലങ്ങ് തന്നെ. എനിക്ക് അല്പം ബുദ്ധിയുണ്ട്. നില്ല, ഞാനൊന്ന് പരിശോധിക്കട്ടെ. പേരെന്തോന്നാ പറഞ്ഞേ? ചെറിയ വീട്ടിൽ അല്ല, വലിയ വീട്ടിൽ അന്നെ കൊച്ച്. ഇങ്ങനൊരു പേരെയും ഈ ഗ്രന്ഥത്തിൽ കാണുന്നില്ലല്ലോ. ആദ്യത്തെ പേജ് തന്നെ നോക്കുന്നേ. ഞാൻ ലയൺസ് ക്ലബിന്റെയും വുമൻസ് ക്ലബിന്റെ ഒക്കെ മെമ്പറാ. പോരാത്തിന് പള്ളി കമ്മിറ്റി അംഗവും. എന്റെ 10 പിള്ളേരിലോ ഒരെണ്ണ അച്ഛനും ഒരെണ്ണ സിസ്റ്ററുവാ. ആദ്യം തൊട്ട് അവസാനം വരെയുള്ള ഒരു പേജിലും ഇങ്ങനൊരു പേരില്ലല്ലോ. എന്ത് കഷ്ടായത്. ഇതാ പറയുന്നത്, എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുന്നത്. ഭൂമി വന്ന പുരോഗതി അല്പം പോലും സ്വർഗത്തിൽ വന്നിട്ടില്ല. നിങ്ങളുടെ പേര് നോക്കിയിരിക്കും. എനിക്ക് അല്പം ധൃതിയുണ്ട്. എന്നാ ഇത്? ഇതെന്ത് കഷ്ടായത്. ഇതെന്താ, ബോംബാന്ന് നോക്കിട്ടാ? ഇതെന്റെ ലാപ്ടോപ്പ്. എന്റെ അമേരിക്കയിലുള്ള മോൻ കൊണ്ടുവന്ന.
ഇത് എന്റെ ഫോൺ, പേഴ്സണൽ ഫോണാണ്. ഈ ചുമന്ന ബട്ടണിൽ പിടിച്ച് നിർത്തിയ എന്റെ അമേരിക്കയിലുള്ള മോനോട് സംസാരിക്കാം. പിന്നെ കുറച്ച് വീഡിയോ കാസറ്റും ഉണ്ട്. എന്റെ കെട്ടിയനെ കാണിക്കാന്ന് ഓർത്ത് കൊണ്ടുവന്ന. ചേട്ടത്തി, സ്വർഗത്തിലേക്ക് ഈ ഭൂമിയിൽ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല. കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം. ബാക്കിയെല്ലാം ഇവിടെ നിങ്ങൾ ഉപേക്ഷിക്കണം. ഇതൊക്കെ ഇവിടെ ഉപേക്ഷിക്കണമെന്നോ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് എന്റെ അമേരിക്കൻ ക്യാനലുള്ള മക്കളോടൊക്കെ ഒന്ന് വിളിക്കാൻ. ഹലോ, തോമസ് കുട്ടിയല്ലേ? ഞാൻ ഇന്നലെ മരിച്ചു. ഇവിടെ ഇങ്ങനെ ഇതൊന്നും അകത്ത് കയറ്റാൻ സമ്മതിക്കണമെന്ന്. ഇതൊന്നും കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? നിങ്ങളോട് എത്ര പ്രാവശ്യം പറയണം? 7 പ്രാവശ്യമോ അതോ 70 പ്രാവശ്യമോ? അയ്യോടി, നീ എന്റെ മോളല്ലേ ആലീസ് കുട്ടി? നീയും മരിച്ചോടി? അതെ അമ്മച്ചി, ഞാൻ ഇന്ന് രാവിലെ മരിച്ചത്. വൈകിട്ട് എന്റെ അടക്കം. പരിപാടിയാണ് നിന്റെ വീട്ടുകാർ മരിച്ചത്. വലിയ വീട്ടിൽ കൊച്ചിന്റെ അടക്കിന് ഒരു മെത്രാനാച്ചൻ കൂടി വന്നില്ലാത്ത. അതിനൊക്കെ എന്നാ അമ്മച്ചി കാര്യം? അമ്മച്ചിയും പോവാം, നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം. അയ്യോ അമ്മച്ചി, ഇതെന്താ ഈ ബാഗൊക്കെ ആയിട്ട്? സ്വർഗത്തിലേക്ക് പോകാൻ വന്നതാ? ഞാനും സ്വർഗത്തിലേക്കാ. എന്താ മോളെ ഇതൊക്കെ ഉപേക്ഷിച്ചാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് എന്റെ മക്കളോടൊക്കെ സംസാരിക്കുകയും വീട്ടിലെ വർത്താനൊക്കെ കേൾക്കുകയും ചെയ്യണം? അമ്മച്ചി, സ്വർഗം എന്നുള്ളത് ദൈവത്തെ മുഖാഭിമുഖം കണ്ട ആനന്ദമടിയുന്ന സ്ഥലമാണ്. അവിടെ ഇതൊന്നും പറ്റില്ല. മറ്റൊരു കാര്യം അറിയുകയും വേണ്ട. അമ്മച്ചി ഇതൊക്കെ ഉപേക്ഷിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. എന്റെ പൊന്നു മോളെ, ഇതൊക്കെ ഉപേക്ഷിക്കാന്ന് വെച്ചാ അമ്മച്ചി, സ്വർഗം വേണം, ഇതെല്ലാം വേണം. എനിക്ക് സ്വർഗം മതി. എന്നാൽ ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് എന്റെ കൂടെ വന്നു. അത് പിന്നെ അമ്മച്ചി, ഒരു കാര്യം ചെയ്യാം. ഇവിടെ മുട്ടുകുത്തി എന്ന് ഈശോ മറിയ യോസേപ്പെ എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഈശോ ഈശോ മറിയം മറിയം യോസേപ്പെ യോസേപ്പെ എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ഈശോ ഈശോ മറിയം മറിയം യോസേപ്പെ യോസേപ്പെ എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ഈശോ ഈശോ മറിയം മറിയം യോസേപ്പെ യോസേപ്പെ എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. നിങ്ങൾക്കും സ്വർഗത്തിലേക്ക് പോകാം. താങ്ക് യു പെരുമ്പിളിച്ചിറ ശാഖ. ഏഴല്ലൂർ ശാഖയിലെ കുഞ്ഞു മിഷണറിമാർ എഴുതി പാടിയ മാലിപ്പറമ്പിൽ അച്ഛനെ കുറിച്ചുള്ള ഒരു മനോഹരമായ ഗാനം നമുക്ക് ശ്രവിക്കാം. അമ്മേ കുഞ്ഞുങ്ങൾ ഞങ്ങൾ സ്നേഹമോടെ നേരുന്നു, മാലിപ്പറമ്പിൽ അച്ഛനെന്നും പ്രാർത്ഥന ഭാവങ്ങൾ നേരുന്നു. അമ്മേ അമ്മേ കുഞ്ഞുങ്ങൾ ഞങ്ങൾ സ്നേഹമോടെ നേരുന്നു, മാലിപ്പറമ്പിൽ അച്ഛനെന്നും പ്രാർത്ഥന ഭാവങ്ങൾ നേരുന്നു. മിഷൻ ലീഗിൻ പുണ്യപാതയിൽ ഞങ്ങൾക്കായി തന്നൊരു സമ്മാനം, സന്തോഷത്താൽ ഞങ്ങളൊന്നായി ഹല്ലേലൂയ ഗീതം പാടുന്നു. മിഷൻ ലീഗിൻ പുണ്യപാതയിൽ
ഞങ്ങൾക്കായി തന്നൊരു സമ്മാനം. സന്തോഷത്താൽ ഞങ്ങളൊന്നായി ഹല്ലേലൂയ ഗീതം പാടുന്നു. അമ്മേ അമ്മേ കുഞ്ഞുങ്ങൾ ഞങ്ങൾ സ്നേഹമോടെ നേരുന്നു. മാലിപ്പറമ്പിൽ അച്ഛനെന്നും പ്രാർത്ഥനാ ഭാവങ്ങൾ നേരുന്നു. ഏഴല്ലൂരിടവക ഒന്നു ചേർന്ന് പ്രാർത്ഥനാ ഗീതങ്ങൾ പാടുന്നു. മിഷലിക് പാതയിൽ ചരിച്ചുകൊണ്ട് ഹല്ലേലൂയ ഗീതം പാടുന്നു. ഏഴല്ലൂരിടവക ഒന്നു ചേർന്ന് പ്രാർത്ഥനാ ഗീതങ്ങൾ പാടുന്നു. മിഷലിക് പാതയിൽ ചരിച്ചുകൊണ്ട് ഹല്ലേലൂയ ഗീതം പാടുന്നു. അമ്മേ അമ്മേ കുഞ്ഞുങ്ങൾ ഞങ്ങൾ സ്നേഹമോടെ നേരുന്നു. മാലിപ്പറമ്പിൽ അച്ഛനെന്നും പ്രാർത്ഥനാ ഭാവങ്ങൾ നേരുന്നു. നന്മ നിറഞ്ഞൊരു ജീവിതവും വിശുദ്ധിയുള്ളൊരു ചിന്തയും മിഷലിഗിൻ ഡയറക്ടറായി വഴികാട്ടി തന്നോരച്ഛനല്ലോ. നന്മ നിറഞ്ഞൊരു ജീവിതവും വിശുദ്ധിയുള്ളൊരു ചിന്തയും മിഷലിഗിൻ ഡയറക്ടറായി വഴികാട്ടി തന്നോരച്ഛനല്ലോ. അമ്മേ അമ്മേ കുഞ്ഞുങ്ങൾ ഞങ്ങൾ സ്നേഹമോടെ നേരുന്നു. മാലിപ്പറമ്പിൽ അച്ഛനെന്നും പ്രാർത്ഥനാ ഭാവങ്ങൾ നേരുന്നു. വൈദിക രാജ്ഞിതൻ പരിശുദ്ധ അമ്മേ, അമ്മയോട് ഞങ്ങൾ യാചിക്കുന്നു. അമ്മതൻ മാധ്യസ്ഥമെന്നുമെന്നും അച്ഛനുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. വൈദിക രാജ്ഞിതൻ പരിശുദ്ധ അമ്മേ, അമ്മയോട് ഞങ്ങൾ യാചിക്കുന്നു. അമ്മതൻ മാധ്യസ്ഥമെന്നുമെന്നും അച്ഛനുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. അമ്മേ അമ്മേ കുഞ്ഞുങ്ങൾ ഞങ്ങൾ സ്നേഹമോടെ നേരുന്നു. മാലിപ്പറമ്പിൽ അച്ഛനെന്നും പ്രാർത്ഥനാ ഭാവങ്ങൾ നേരുന്നു. ഈശോയ്ക്കായി തൻ മകനെ സമർപ്പിച്ച മാതാപിതാക്കളെ, നിങ്ങൾ തൻ മാതൃക എല്ലാ കുടുംബവും സ്വീകരിക്കാനായി പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്കായി തൻ മകനെ സമർപ്പിച്ച മാതാപിതാക്കളെ, നിങ്ങൾ തൻ മാതൃക എല്ലാ കുടുംബവും സ്വീകരിക്കാനായി പ്രാർത്ഥിക്കുന്നു. അമ്മേ അമ്മേ കുഞ്ഞുങ്ങൾ ഞങ്ങൾ സ്നേഹമോടെ നേരുന്നു. മാലിപ്പറമ്പിൽ അച്ഛനെന്നും പ്രാർത്ഥനാ ഭാവങ്ങൾ നേരുന്നു. അമ്മേ അമ്മേ കുഞ്ഞുങ്ങൾ ഞങ്ങൾ സ്നേഹമോടെ നേരുന്നു. മാലിപ്പറമ്പിൽ അച്ഛനെന്നും പ്രാർത്ഥനാ ഭാവങ്ങൾ നേരുന്നു. താങ്ക് യു ഏഴല്ലൂർ ശാഖ. മിഷൻ ലീഗ് ഉദ്ഘാടനം ചെയ്ത ദിനത്തിലെ ഒരു ന്യൂസ് റിപ്പോർട്ടുമായി മാർഗ ശാഖ നിങ്ങളുടെ മുൻപിൽ എത്തുന്നു. നമസ്കാരം, സാന്ത്യ ന്യൂസിലേക്ക് സ്വാഗതം. ചെറുപുഷ്പം ലീഗ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് കോട്ടയം രൂപത അധ്യക്ഷൻ അഭിവന്ദ്യ തോമസ് തറയിൽ. പ്രേക്ഷിത പ്രവർത്തനത്തിന് പുത്തൻ മാനം നൽകിക്കൊണ്ട് ഭരണജ്ഞാനത്തിൽ രൂപീകരിച്ച പ്രേക്ഷിത സംഘടനയായ ചെറുപുഷ്പം ലീഗ് കോട്ടയം രൂപതയുടെ സഹായമെത്രാൻ അഭിവന്ദ്യ തോമസ് തറയിൽ പിതാവ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് അൽഫോൻസോ നഗറിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. പാലാ മുൻസിഫായിരുന്ന ശ്രീ ഇ.എം. കോവൂർ, ശ്രീ ജോർജ് തോമസ് കുട്ടുക്കാപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു. തോമസ് തറയിൽ പിതാവ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. ഇന്ന് നമ്മോടൊപ്പം ഭരണങ്ങാനം പള്ളിയുടെ മുന്നിൽ നിന്നും അതിഥിയായി ബഹുമാനപ്പെട്ട മാലിപ്പറമ്പിൽ അച്ഛനും സ്ഥാപക നേതാവായ PC എബ്രാഹവും ഉണ്ട്. ഭരണങ്ങാനം പള്ളിയുടെ പരിസരത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി ആഷ്ന വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോൾ ഭരണങ്ങാനം പള്ളിയുടെ മുമ്പിൽ നിന്നാണ് ചേരുക. ഇന്ന് വളരെ ചരിത്രപരമായ മുഹൂർത്തത്തിനാണ് നാം സാക്ഷികളായത്. പുണ്യചരിതയായ സിസ്റ്റർ അൽഫോൻസാമ്മയുടെ പുണ്യഭൂമിയായ ഭരണങ്ങാനത്തിന്റെ മണ്ണിൽ ഒരു പ്രേക്ഷിത സംഘടന ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഭരണങ്ങാനം പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയായ ഫാദർ ജോസഫ് മാലിപ്പറമ്പിലിന്റെയും അബ്രാഹത്തിന്റെയും നേതൃത്വത്തിലാണ് സംഘടന സ്ഥാപിതമായിരിക്കുന്നത്. നമ്മുടെ ഒപ്പം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും ശ്രീ അബ്രാഹവും ഉണ്ട്. നമുക്ക് അവരുടെ തന്നെ വാക്കുകൾ കേൾക്കാം. അബ്രാഹം ചേട്ടനും മാലിപ്പറമ്പിൽ അച്ഛനും ചേർന്നാണല്ലോ ഇത്തരമൊരു ആശയത്തിന് രൂപം കൊടുത്തത്. ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് സംഘടനയെ പറ്റി എന്താണ് പറയാനുള്ളത്? മിഷണറിമാരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘടന സ്ഥാപിതമായിരിക്കുന്നത്. കേവലം ഭരണങ്ങാനം ഇടവകയിൽ സ്ഥാപിതമായ സംഘടന ഇന്ന് തൊട്ടടുത്തുള്ള ഇടവകയിലേക്ക് വ്യാപിക്കുകയും മിഷൻ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായി നടക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷവാനാണ് ഞാൻ. കേരള സഭയുടെ അല്ലെങ്കിൽ ഭാരത സഭയുടെ പ്രേക്ഷിത മുന്നേറ്റത്തിന് മുതൽക്കൂട്ടാകാൻ ഈ സംഘടനയ്ക്ക് സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ജൂൺ മാസം ആദ്യം ശ്രീ അബ്രഹാം എന്റെ മുറിയിലേക്ക് കടന്നു വരികയും ഞങ്ങൾ പരിചയപ്പെടുകയും ചെയ്തു. സംസാരം കുറച്ച് നീണ്ടപ്പോൾ ഞങ്ങളുടെ 2 പേരുടെ വിഷയമായ മിഷൻ കാര്യങ്ങൾ ഞങ്ങളുടെ സംഭാഷണത്തിലേക്ക് കടന്നു. ഈ സംഭാഷണം എന്റെ മനസ്സിൽ മറഞ്ഞു കിടന്നിരുന്ന ആശയത്തിലേക്ക് വെളിച്ചം വീശുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പലതവണ കണ്ടുമുട്ടുകയും ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ചിന്തകളെല്ലാം മിഷനറിമാരെ എങ്ങനെ സഹായിക്കണം, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ആരംഭിക്കണം എന്നൊക്കെയായിരുന്നു.
എനിക്ക് ഇതിന് പ്രചോദനമായത് ഞാൻ കോട്ടയം സെന്റ് തോമസ് പെറ്റി സെമിനാരിയിലായിരുന്നപ്പോൾ അവിടുത്തെ ആധ്യാത്മിക ഡയറക്ടറായിരുന്നു കേരള മിഷണറിമാരുടെ ആചാര്യൻ എന്നറിയപ്പെടുന്ന അഭിവന്ധ്യ മോൺസിനിയോർ ജേക്കബ് വെള്ളരിങ്ങാട്ട്. അദ്ദേഹം നടത്തിയ മിഷനെ പറ്റിയുള്ള പ്രസംഗങ്ങളും അദ്ദേഹം ചെയ്ത ചില പ്രവർത്തനങ്ങളും എൻ്റെ ഓർമ്മയിലേക്ക് ആ സമയങ്ങളിൽ കടന്നു വന്നു. വെള്ളരിങ്ങാട്ടച്ഛൻ കോട്ടയത്തെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നും എല്ലാ മാസവും പണം പിരിച്ച് ഉത്തരേന്ത്യൻ മിഷണറിമാരെ സഹായിച്ചിരുന്നു. ഈ ഒരു പദ്ധതി എനിക്കും അപരാധത്തിന് ഇഷ്ടപ്പെടുകയും ഇത് തന്നെയാണ് ഭരണങ്ങാനത്ത് നടപ്പിലാക്കാൻ പറ്റിയതെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു. ഞാൻ ഈ ആശയത്തെപ്പറ്റി ബഹുമാനപ്പെട്ട വികാരിയച്ഛനുമായി സംസാരിക്കുകയും അദ്ദേഹം ഈ പദ്ധതി അംഗീകരിക്കുകയും ഞാനും വികാരിയച്ഛനും അടുത്ത ഞായറാഴ്ച പള്ളിയിൽ ഇതേപ്പറ്റി പ്രസംഗിക്കുകയും ചെയ്തു. ശേഷം ഞങ്ങൾ സേവന സംഘടനയായ മറ്റ് 4 യുവാക്കന്മാരുടെ ചെറിയൊരു സംഘം രൂപീകരിക്കുകയും ചെയ്തു. ഭരണങ്ങാനത്തെ ജനങ്ങൾ ഞങ്ങളെ മിഷൻകാർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഞങ്ങൾ ഭരണങ്ങാനത്ത് എല്ലാ വീടുകളും സന്ദർശിക്കുകയും പണപ്പിരിവ് നടത്തി ലഭിക്കുന്ന തുക മിഷൻ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്തു. ഭരണങ്ങാനത്തെ മണ്ണിൽ ചേർത്ത ഈ ഒരു സംഘടന കേരള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ല് ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മിഷണറിമാരെയും മിഷനും സഹായിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന പരിശ്രമങ്ങളെ നമുക്ക് അഭിനന്ദിക്കാം. പ്രേക്ഷിത തീഷ്ണതയുള്ള ഒട്ടനേകം യുവാക്കന്മാർ ഇതുവഴി കടന്നു വരട്ടെ. ഭരണങ്ങാന പള്ളിയുടെ മുമ്പിൽ നിന്നും ക്യാമറാമാൻ മാത്യൂസിനൊപ്പം ആശ്ര. താങ്ക് യു മാർഗശാഖ. അടുത്തതായി ഒരു അടിപൊളി മോണാക്റ്റുമായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നു തൊടുപുഴ ശാഖയിലെ റിയ ജോൺ. നമസ്കാരം. ചതി ബൈബിളിലും ഖുറാനിലും രാമായണത്തിലും ചതിയെ പറ്റി പറയുന്നു. 2 പുരോഹിതന്മാരായ കയ്യബാസും മനാസും കാൽവരിയിലേക്കുള്ള യാത്രക്കിടയിൽ യേശുവിനെ പുച്ഛിക്കുന്നതും യേശുവിനെ ഒറ്റക്കൊടുത്ത് വിഭ്രാന്തിപ്പെട്ട യുദാസിന്റെ ആത്മാവിന്റെ സംഭാഷണവും അന്ത്യവുമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അതെ, ഞാൻ അവതരിപ്പിക്കുന്നു യൂദാസ്. ജെറുസലേം നിവാസികളെ, യഹൂദന്മാരുടെ രാജാവിതായി എഴുന്നള്ളുന്നു, കണ്ടുകൊള്ളുക. അല്ലേ അനാസ്? അതേ കയ്യബാസ്. നിന്റെ പ്രസംഗമൊക്കെ എവിടെ പോയി രാജാവേ? അധ്വാനിക്കുന്നവന്റെയും ഭാരം ചുമക്കുന്നവന്റെയും രക്ഷക, നീ ഇപ്പോൾ സ്വയം ഭാരം ചുമക്കുന്നു അല്ലേ? നീ രാജാവല്ലേ, ദൈവപുത്രനല്ലേ? നടക്കാം കാൽവരിയിലേക്ക്. എനിക്ക് ദാഹിക്കുന്നു, അല്പം വെള്ളം തരൂ. നിനക്ക് ദാഹമോ? വിശക്കുന്നവർക്ക് ഭക്ഷണവും ദാഹിക്കുന്നവർക്ക് ജലവും നൽകുന്ന നിനക്കോ വിശപ്പും ദാഹവും? പരമപിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല. ഇവരോട് കരുണ കാണിക്കണമേ. 30 വെള്ളിക്കാശ്, 30 വെള്ളിക്കാശ്. ഞാൻ നിന്റെ മനസാക്ഷി. എടാ ദ്രോഹി, വെറും 30 വെള്ളിക്കാശിന് വേണ്ടി നീ നിന്റെ ഗുരുദാദിനെ ഒറ്റിക്കൊടുത്തു അല്ലേ? നിന്നെ ഞാൻ ഞെരിച്ചു കൊല്ലും. നിന്റെ മാംസം ഞാൻ വലിച്ചു കീറി കാട്ടിലെ ചെന്നായ്ക്കൾക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. നിന്റെ ചോരയിൽ ഞാൻ കുളിക്കും. അങ്ങോട്ട് നോക്ക്. കൊന്നു, ആ ദ്രോഹികൾ കൊന്നു. പിശാച്, പിശാച്, മാറി നിൽക്ക, മാറി നിൽക്ക. എടാ ദ്രോഹി, നിന്നെ ഞാൻ ഞെരിച്ചു കൊല്ലും. നിന്റെ മാംസം ഞാൻ വലിച്ചു കീറി കാട്ടിലെ ചെന്നായ്ക്കൾക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. നിന്നെ ഞാൻ ഈ മരത്തിൽ കെട്ടിത്തൂക്കും. പുതിയ തലമുറ ചോദിക്കും, എന്തിനീ പഴയ പുരാണം വീണ്ടും ആവർത്തിക്കുന്നു എന്ന. എന്നാൽ ഇത്തരം യുദാസുമാരാണ് നമ്മുടെ ഈ സമൂഹത്തിന്റെ പ്രധാന കഥാപാത്രങ്ങൾ. ഇവർ നമ്മുടെ ഇടയിലും ഉണ്ടാകാം. ഇവരെ സൂക്ഷിക്കുക. ഇത് നമുക്കും ഒരു പാഠമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു റിയ. അടുത്തതായി ഒരു സിംഗിൾ ഡാൻസുമായി ഞങ്ങളുടെ മുൻപിൽ എത്തുന്നു കോലടി ശാഖയിലെ റോസ് മരിയ ജെയിംസ്. മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥ നിന്നെ ഞാൻ കണ്ടു. കരുണയായി കടലിലും കണ്ടു, വചനമായി തിരയിലും കണ്ടു, നാഥ നിന്നെ ഞാൻ കണ്ടു.
നാഥ നിന്നെ കണ്ടു. മാലിപ്പറമ്പിൽ അച്ഛനെ കുറിച്ചുള്ള ഒരു മനോഹരമായ പ്രസംഗം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതിനായി കുണിഞ്ഞി ശാഖയിലെ ജൂലിയാറ്റ ജോഷിയെ ക്ഷണിക്കുന്നു. മാന്യ സദസ്സിന് നമസ്കാരം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മിഷണറിമാരെ സംഭാവന ചെയ്ത സംഘടന ചെറുപുഷ്പ മിഷൻ ലീഗ് ആയിരിക്കും. കേരളം ആഗോള സഭയ്ക്ക് നൽകിയ സമ്മാനമാണ് മിഷൻ ലീഗ്. ഭാരതമേ നിന്റെ രക്ഷ നിന്റെ സന്താനങ്ങളിൽ എന്ന 13ാം ലയോ മാർപ്പാപ്പയുടെ പ്രഖ്യാപനം ആദർശവാക്യമായി സ്വീകരിച്ചുകൊണ്ട് സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നീ മൂല്യങ്ങൾ മുദ്രാവാക്യമായി സ്വീകരിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു അൽമായ പ്രേക്ഷിത സംഘടനയാണ് ചെറുപുഷ്പ മിഷൻ ലീഗ്. പ്രേക്ഷിത സൂനം എന്നറിയപ്പെടുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ മധ്യസ്ഥതയിൽ ബഹുമാനപ്പെട്ട മാലിപ്പറമ്പിലച്ഛന്റെ നേതൃത്വത്തിൽ പ്രേക്ഷിത തീക്ഷ്ണതയാൽ നിറഞ്ഞ കുഞ്ഞേട്ടനും ചേർന്ന് സ്ഥാപിച്ച സംഘടന ഇന്നത് വളർന്ന് പടർന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയായി മാറിയിരിക്കുന്നു. സുന്ദരമായ ജീവിതത്തിന്റെ മനോഹരമായ ആവിഷ്കരണമാണ് മാലിപ്പറമ്പിലച്ഛൻ. ശിശു സഹജമായ നിർമ്മലതയും നിഷ്കളങ്കതയും ജീവിതത്തിൽ ഉടനീളം കലർപ്പില്ലാതെ കൊണ്ടു നടന്നിരുന്ന ഒരു വ്യക്തിയുടെ ഇതിഹാസ തുല്യമായ ജീവിതമാണ് മാലിപ്പറമ്പിലച്ഛനിൽ കാണുന്നത്. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ സ്ഥാപനത്തിലൂടെ കേരള കത്തോലിക്ക യുവത്വത്തിൽ പ്രേക്ഷിത തീക്ഷ്ണതയുടെ കുത്തൊഴുക്കിന് നാന്ദി കുറിച്ച പ്രേക്ഷിത പിതാവായിരുന്നു മാലിപ്പറമ്പിലച്ഛൻ. കേരള സഭയുടെ പ്രേക്ഷിത രംഗത്ത് ഒരു നവോത്ഥാനത്തിന് തന്നെ വഴിതെളിക്കത്തക്ക വിധത്തിൽ സഭാമക്കളെ ഒരുക്കുവാനും അവർക്ക് പ്രചോദനം നൽകുവാനും മാലിപ്പറമ്പിലച്ഛൻ പരിശ്രമിച്ചു. ആർദ്രത നഷ്ടപ്പെടുന്ന ആധുനിക ചുറ്റുപാടുകളിൽ അത് പുനർസൃഷ്ടിക്കാൻ മിഷൻ ലീഗ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അച്ഛനോടാണ് നാം എന്നും കടപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിനും മനുഷ്യർക്കും പ്രിയങ്കരനായി ജീവിച്ച മാലിപ്പറമ്പിലച്ഛന്റെ സേവന മേഖലകൾ വൈവിധ്യമാർന്നതാണെങ്കിലും ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ സ്ഥാപകൻ എന്ന പേരിലാണ് അദ്ദേഹം മുഖ്യമായും അറിയപ്പെടുന്നത്. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഈ തിരുവചന ഭാഗം പരിശീലിച്ച് പ്രാവർത്തികമാക്കുന്ന ധീരനായ പ്രേക്ഷിതനാണ് ഓരോ ചെറുപുഷ്പ മിഷൻ ലീഗ് അംഗങ്ങളും. പ്രേക്ഷിത രംഗത്ത് ഒരു നവോത്ഥാനത്തിന് തന്നെ ശക്തി പകർന്ന മഹാനായ മിഷണറി ബഹുമാനപ്പെട്ട ജോസഫ് മാലിപ്പറമ്പിലച്ഛന്റെ ജീവിത വീഥികൾ കുഞ്ഞു മിഷണറിമാരുടെ ജീവിതത്തിൽ നിറദൈവമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്, ജയ് CML. താങ്ക് യു ജൂലിയാറ്റ. മാലിപ്പറമ്പിൽ അച്ഛനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ സഹായിക്കുന്നതിനായി അച്ഛന്റെ ജീവചരിത്രം അവതരിപ്പിക്കുന്നതിനായി ചിറ്റൂർ ശാഖയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ബഹുമാനപ്പെട്ട ജോസഫ് മാലിപ്പറമ്പിലച്ഛന്റെ അനുസ്മരണ ദിനം ആചരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാവനമായ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ കുടമാളൂർ ഇടവകയിൽ മാലിപ്പറമ്പിൽ കുടുംബത്തിൽ കുര്യൻ മറിയം ദമ്പതികളുടെ പ്രഥമ സന്താനമായി ജോസഫ് 1909 ഡിസംബർ 24-ാം തീയതി വൈക്കത്തിനടുത്തുള്ള കൊടവറ ഇടവകയിലെ മാതൃഗ്രഹത്തിൽ പൂജാതനായി. കൊച്ചിയിൽ തേവര എന്ന സ്ഥലത്ത് കാനാട്ട് കുടുംബം കൊച്ചി മഹാരാജാവിന്റെ പ്രത്യേക താല്പര്യത്തിലായിരുന്നു. കാനാട്ടെ അവിരാത്തരകന് രാജകൊട്ടാരത്തിലെ മന്ത്രിക്കുള്ളത്ര ബഹുമതിയായിരുന്നു ലഭിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ
കവിരാത്തരകന് ഒരു പുത്രൻ ജനിച്ചു. മഹാരാജാവ് ആ കുട്ടിയുടെ ജനനത്തിന് നാളും മറ്റും നോക്കിച്ചു. ഏറ്റവും ഐശ്വര്യമുള്ള നാളിലാണ് ആ കുട്ടിയുടെ ജനനം എന്ന് മനസ്സിലാക്കിയ രാജാവിന് ദിവസവും രാവിലെ കണി കാണിക്കുന്നതിനായി ആ കുട്ടിയെ കൊട്ടാരത്തിൽ കൊണ്ടു ചെല്ലണമെന്ന് നിർബന്ധമായിരുന്നു. ആ പതിവ് തുടർന്നു. പക്ഷേ കുട്ടി പ്രായമായപ്പോൾ അവൻ ആ പതിവ് മുടക്കി. രാജാവിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. രാജകോപം മനസ്സിലാക്കിയ പാലിയത്തച്ഛൻ കുടമാളൂരുള്ള തന്റെ സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നതിനായി നിർദ്ദേശിച്ചു. അങ്ങനെ അവിരാത്തരകൻ കുടുംബം തേവിൽ നിന്ന് കുടമാളൂരിലേക്ക് താമസമായി. അവിരാത്തരകന്റെ 2 മക്കളിൽ മൂത്തവൻ ബുദ്ധനായിരുന്നു. ഇളയ മകൻ അവിടെ അടുത്ത മാലിപ്പറമ്പിൽ താമസമായി. അവരുടെ 4ാം തലമുറയാണ് മാലിപ്പറമ്പിൽ ഔസേപ്പ്. അദ്ദേഹത്തിന്റെ മകൻ കുര്യൻ വൈക്കത്ത് കൊതവറ പഴയ മഠത്തിൽ മറിയത്തെ വിവാഹം കഴിച്ചു. അവരുടെ ദാമ്പത്യ വഞ്ചനയിൽ വികസിച്ച ആദ്യത്തെ കുസുമമാണ് ജോസഫ്. ഡിസംബർ 31-ാം തീയതി കൊതവറ ബിഷപ്പ് ഫ്രാൻസിസ് സേവ്യറിന്റെ ദേവത്തിൽ വെച്ച് ജോസഫ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം കൊതവറയിൽ നടത്തിയതിനു ശേഷം സെന്റ് അപ്രൈസ് സ്കൂളിൽ ചേർന്ന് SSLC പാസ്. കോട്ടയത്ത് ചങ്ങനാശ്ശേരി മൈനർ സെമിനാരിയിൽ ബഹുമാനപ്പെട്ട ജേക്കബ് വെള്ളരിങ്ങാട്ടത്തിന്റെ കീഴിൽ വൈദ്യുതി പഠനമായിരുന്നു. പഠനത്തിനോടൊപ്പം വെള്ളരിങ്ങാട്ടത്തിന്റെ നിർദ്ദേശപ്രകാരം മാസം തോറും കോട്ടയത്തെ വക്കീലന്മാരുടെയും മറ്റു വീടുകളിൽ നിന്ന് മിഷൻ സംഭാവനകൾ സ്വീകരിക്കുന്ന പതിവ്. ഇടയ്ക്കിടെയുള്ള റെക്ടറക്സിന്റെ മിഷൻ പ്രഭാഷണങ്ങൾ അവനെ വളരെയധികം സ്വാധീനിച്ചു. മിഷണറി പ്രവർത്തനങ്ങൾ പോകുവാനുള്ള അവന്റെ ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. മംഗലപ്പുഴ സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം പൂർത്തിയായി. അതിനുശേഷം 1936 ഡിസംബർ 21-ന് കാളാശ്ശേരി ജെയിംസ് പിതാവിൽ നിന്നും വൈദിക പഠനം സ്വീകരിച്ചു. മാലിപ്പറമ്പിലച്ഛന്റെ ആദ്യ നിയമനം ചങ്ങനാശ്ശേരി പാറമേൽ മൈനർ സെമിനാരിയിൽ ആധ്യാത്മിക ഗുരുവായിട്ടായിരുന്നു. ഈ അവസരത്തിലാണ് മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവ് പഠനത്തിനായി അവിടെ എത്തുന്നത്. പല വിധത്തിലും അച്ഛൻ തനിക്കൊരു മാർഗദർശിയും സഹായമായിരുന്നുവെന്ന് പിതാവ് നന്ദിയോടെ സ്മരിക്കാറുണ്ട്. തുടർന്ന് അദ്ദേഹം തുരുത്തുന്ന എരുമേലി, ചങ്ങനാശ്ശേരി, ഭരണങ്ങാനം എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. 1941 മുതൽ 44 വരെ ഭരണങ്ങാനത്ത് അസിസ്റ്റന്റായി സേവനമനുഷ്ഠിച്ചു. ആ കാലഘട്ടത്തിൽ തന്നെ അച്ഛനെ പരിചയപ്പെടാനുള്ള ഭാഗ്യം കുഞ്ഞേട്ടന് ലഭിച്ചു. ബഹുമാനപ്പെട്ട മാലിപ്പറമ്പിൽ അച്ഛൻ 1909 ഡിസംബർ 24-ാം തീയതി കുടമാളൂർ ഇടവകയിൽ ജനിച്ചുവെങ്കിൽ അതേ ഇടവകയിൽ 1910 ഓഗസ്റ്റ് 19-ാം തീയതി അൽഫോൺസാമ ജനിച്ചു. 1946 ജൂലൈ 28-നാണല്ലോ അൽഫോൺസാമയുടെ മരണം. അടുത്ത ദിവസം മുതൽ കുട്ടികളും മുതിർന്നവരൊക്കെ അവരുടെ തിങ്കൾ തിരി കത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി ഓടിക്കൂടി തുടങ്ങി. തീർത്ഥാടകർ അനുദിനം വർദ്ധിച്ചു വരുന്നത് കണ്ട ബഹുമാനപ്പെട്ട കുരുവിള അച്ഛന്റെ അഭ്യർത്ഥന പ്രകാരം അൽഫോൺസാമയുടെ കാര്യങ്ങൾക്കായി 1947 ജൂൺ മുതൽ അഭിവന്ദ്യ പിതാവ് ബഹുമാനപ്പെട്ട മാലിപ്പറമ്പിൽ അച്ഛനെ നിയമിച്ചു. 1954 ജനുവരി 30 വരെ അച്ഛൻ ഈ ശുശ്രൂഷ നിർവഹിച്ചു. ഈ കാലഘട്ടത്തിലാണ് ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ആരംഭവും ഔപചാരിക ഉദ്ഘാടനവും. 1954 മുതൽ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ഇടവക വികാരിയായും സംഘടനാ ഡയറക്ടറായും കോർപ്പറേറ്റ് മാനേജറായും മൈനർ സെമിനാരി റെക്ടറായും സേവനമനുഷ്ഠിച്ച അച്ഛൻ ചങ്ങനാശ്ശേരി രൂപതയുടെ പ്രോ വികാരി ജനറലായും സേവനമനുഷ്ഠിക്കുന്ന കാലത്താണ് രൂപത അതിർത്തി കന്യാകുമാരി വരെ വികസിപ്പിച്ചത്. തെക്കൻ മിഷൻ കാര്യങ്ങൾ എങ്ങനെ നടത്തും? വഴിയോ താമസ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത ബുദ്ധിമുട്ട് നിറഞ്ഞ സ്ഥലത്തേക്ക് ആരെ അയക്കും? ആര് പോകാൻ തയ്യാറാകും? എന്നിങ്ങനെ പുണ്യചരിതനായ കാവുകാട്ട് പിതാവ് ചിന്തിച്ചിരിക്കെ സ്വതസിദ്ധമായ ചിരിയോടെ മാലിപ്പറമ്പിലച്ഛൻ പറഞ്ഞു, പിതാവേ, തെക്കൻ മിഷനിൽ പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. അച്ഛനത് പ്രയാസമാക്കിയില്ലേ? യാതൊരു സൗകര്യവുമില്ലാത്ത സ്ഥലമല്ലേ? പിതാവേ, അതൊന്നും സാരമില്ല. പിതാവ് അനുഗ്രഹിച്ചയച്ചാൽ മാത്രം മതി. 1955 മുതൽ 66 വരെ മായം അമ്പൂരി കേന്ദ്രമാക്കി അച്ഛൻ പ്രവർത്തിച്ചു. അവിടെ അദ്ദേഹം 7 സ്റ്റേഷനുകൾ തുടങ്ങി. ഇന്ന് അവയെല്ലാം ഇടവകകളാണ്. അതിൽ തമിഴ്നാട്ടിലെ പള്ളികൾ ഉൾപ്പെടുത്തിയിട്ടാണ് തക്കല രൂപത സ്ഥാപിതമായത്. സെന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ആരംഭത്തിനും വളർച്ചയ്ക്കും ഏറെ സംഭാവനകൾ നൽകിയിട്ടുള്ള അച്ഛൻ സൊസൈറ്റി ഡയറക്ടർ ജനറലായും സെമിനാറി റെക്ടറായും 1993 മുതൽ 95 വരെ മംഗലമ്പുഴ പോർത്തുനിഫിക്കൽ സെമിനാരിയിലും 1 വർഷം റൊഗാത്തെ ആശ്രമത്തിലും ആധ്യാത്മിക പിതാവായും അനുഷ്ഠിച്ചു. തുടർന്ന് അർക്കാപുര SH കോൺവെന്റിൽ ചാപ്പലാനായിരിക്കുന്ന അവസരത്തിലാണ് ക്യാൻസർ പിടിപെട്ടത്. കോട്ടയം മെഡിക്കൽ സെന്ററിൽ പ്രവേശിക്കപ്പെട്ടത്. തന്റെ മരണം മുൻകൂട്ടി അറിയുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് തന്നെ സന്ദർശിക്കുവാൻ വന്നവർക്കായി എഴുതി വെച്ചു.
നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നറിയാം. ഒരു ഭാഗ്യമരണത്തിനായി പ്രാർത്ഥിക്കുക. ഞാൻ എന്റെ സ്വർഗീയ യാത്രയിലാണെന്ന് അറിയാമല്ലോ. 4-ാം തീയതി മുഴുവൻ കുമ്പസാരം നടത്തി രോഗിലേപനം സ്വീകരിച്ച് ഒരുങ്ങി. 1998 സെപ്റ്റംബർ 9-ാം തീയതി രാവിലെ 9 മണിക്ക് അദ്ദേഹം നിത്യസമ്മാനത്തിലേക്ക് വിളിക്കപ്പെട്ടു. ബഹുമാനപ്പെട്ട ജോസഫ് മാൽപ്പറമ്പിലച്ചൻ തുടങ്ങിവെച്ച ഈ സംഘടന അതിന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയും തീക്ഷ്ണതയോടുകൂടി നമുക്ക് മുന്നോട്ടു പോകാം. അദ്ദേഹം പങ്കുവെച്ചവയും കാണിച്ചു തന്നവയുമായ തീക്ഷ്ണതയും ചൈതന്യവും നമുക്ക് മുറുകെ പിടിക്കാം. ഈ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ അതിനായി നമുക്ക് പരിശ്രമിക്കാം. നന്ദി. ചിറ്റൂർ ശാഖ അടുത്തതായി മനോഹരമായ ഒരു ഗാനവുമായി കലയനാട് ശാഖയിലെ ആൻഡ്രിയ ടെസ ബിജുവിനെ ക്ഷണിക്കുന്നു. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേക്ക് തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. മേരുതീരെ നാളം തെളിയുമ്പോൾ നീ എന്നാത്മാവിൽ പ്രകാശമായി, ഇരുളാല മൂടും ഹൃദയത്തിൽ നിന്റെ തിരുവചനം ദീപ്തി ഞാൻ കാൽവരിക്കും നിൻ മനസ്സിൽ കാണും നിന്നു ഞാൻ. ക്രൂശിതന്റെ സ്നേഹരൂപം ഓർത്തു പാടും ഞാൻ. ഓ എന്റെ ദൈവമേ, പ്രാണന്റെ ഗീതമേ, നിന്നിൽ മറയട്ടെ ഞാൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. എന്റെ സങ്കടത്തിൽ പങ്കുചേരും ദൈവം ആശ്വാസം പകർന്നിടും. എന്നിൽ സന്തോഷത്തിൻ വേളയിലും എന്നും എന്നും നന്മയേകിടും. പിഴവുകളേറ്റു ചൊല്ലാം ക്ഷമയാരോടും. തിരുഹൃദയം എനിക്കായി തുറന്നു തരും. ഓ എന്റെ ദൈവമേ, ജീവന്റെ മാർഗം നിന്നോടു ചേരട്ടെ ഞാൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ,
ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. താങ്ക് യു ആൻഡ്രിയ. അടുത്തതായി ഒരു ആക്ഷൻ സോങ്ങുമായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നു തൊടുപുഴ ശാഖയിലെ ആൻഡ്രിയ സജി. ആൻഡ്രിയ. ഈ യോഗത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി മേഖല അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് വടക്കേടത്തച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഈശോമിശിഹായിലെ സ്നേഹിതരെ, കുഞ്ഞു മിഷനമാരെ, മിഷൻ ലീഗിന്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട മാലിപ്പറമ്പിലച്ഛന്റെ സ്മരണ ദിനമാണല്ലോ ഇന്ന്. നമുക്കറിയാവുന്നതുപോലെ കേരള സഭയ്ക്ക്, ഭാരത സഭയ്ക്ക് ഒട്ടേറെ സംഭാവനകൾ നൽകിയ വലിയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട മാലിപ്പറമ്പിലച്ഛൻ. കേരള സഭയുടെ മിഷൻ ലീഗ് പ്രവർത്തനത്തിന്റെ ഒരു നവോത്ഥാനം ആണ് ബഹുമാനപ്പെട്ട അച്ഛൻ തുറന്നു നൽകിയത്. ഒരുപാട് വ്യക്തികളെ മിഷണറിമാരാക്കുന്നതിനും അതുപോലെ തന്നെ സഭയിലെ മിഷണറി പ്രവർത്തനങ്ങളൊക്കെ ഒട്ടേറെ രീതിയിൽ മികവുറ്റതാക്കി തീർക്കുന്നതിലും ഒരുപാട് സംഭാവനകൾ ബഹുമാനപ്പെട്ട മാലിപ്പറമ്പിലച്ഛൻ നമുക്ക് നൽകിയിട്ടുണ്ട്. കേരള സഭയെ സംബന്ധിച്ച്, ഭാരത സഭയെ സംബന്ധിച്ച് വലിയൊരു വ്യക്തിത്വമാണ്, വലിയൊരു മഹാ മിഷണറിയാണ് ബഹുമാനപ്പെട്ട മാലിപ്പറമ്പിലച്ഛൻ. അച്ഛൻ്റെ സ്മരണദിനമായ ഇന്ന്, ഓർമ്മദിനമായ ഇന്ന്, അച്ഛൻ്റെ ആ ഒരു ജീവിതശൈലി, മിഷണറി ചൈതന്യം നിറഞ്ഞ ജീവിതശൈലി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മാതൃകയാണ് നിലകൊള്ളുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അച്ഛന് ഉണ്ടായിരുന്ന പ്രേക്ഷിത മനോഭാവം, ഈശോയോടുള്ള അദമ്യമായ സ്നേഹവും അതുപോലെ തന്നെ പ്രേക്ഷിത അഭിവാഞ്ജയും എല്ലാം നമ്മുടെ എല്ലാ ജീവിതത്തിൽ മാതൃകയാണ് നിലകൊള്ളുന്നതാണ്. കുഞ്ഞു മിഷണറിമാരെ നമ്മളെല്ലാവരും
ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ആ ഒരു പ്രേക്ഷിത തീഷ്ണത നമ്മൾ സ്വന്തമാക്കിക്കൊണ്ട് കൂടുതൽ എല്ലാവരെയും സ്നേഹിക്കാനും ഈശോയുടെ സുവിശേഷ പ്രഘോഷണം ഏറ്റെടുത്തുകൊണ്ട് അത് മറ്റുള്ളവർക്ക് കൊടുക്കാനും പകർന്നു നൽകാനും അങ്ങനെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും ഒക്കെ ഒരു വക്താക്കളായി തീരാനും നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന് ബഹുമാനപ്പെട്ട അച്ഛന്റെ സ്മരണദിനം ഇന്ന് നമ്മെ ഓർമ്മിക്കുകയാണ്. അച്ഛനെ പോലെ കൂടുതൽ തീഷ്ണതകളായിട്ട് ജീവിക്കാനും മിഷണറി മികച്ച ഒരു മിഷണറിയുമായി തീരാനും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും വലിയ വിളി നമുക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ കൂടുതൽ ആഴമായ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് കൂടുതൽ പ്രേക്ഷിത തീഷ്ണതയാൽ ജ്വലിക്കാനും അങ്ങനെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ എല്ലാത്തിലുവരെ സ്നേഹിച്ചുകൊണ്ട് നല്ലൊരു മിഷണറിമാരായി തീരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസത്തിന്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും എല്ലാവർക്കും സ്നേഹത്തോടെ നേരുന്നു. താങ്ക് യു ജോസച്ച. സ്നേഹ സൗഹൃദം എന്ന സ്കിറ്റ് അവതരിപ്പിക്കുന്നതിനായി പുറപ്പുഴ ശാഖയെ സ്വാഗതം ചെയ്യുന്നു. ഓ അതാ ജോസാണേ. വല്ല പണിയുണ്ടോന്ന് അറിയാൻ വിളിക്കുന്നതായിരിക്കും. ഈ കൊറോണ കാലത്ത് എന്നാ പണി കൊടുക്കാൻ. ചേട്ടാ, ഞാൻ ജോസായിരുന്നു. പണി വല്ലതും ഉണ്ടോന്ന് അറിയാൻ വിളിച്ചതായിരുന്നു. ഇപ്പൊ ഞാൻ നാട്ടിലില്ലേ, അപ്പൊ ഞാൻ 2-3 മാസം പിടിക്കും വരാനായിട്ട്. നമുക്ക് അപ്പൊ നോക്കാം. ഓക്കെ, ശരി ചേട്ടാ. അത് പറയാനായിട്ടാ ഞാൻ വിളിച്ചേ. പണിക്ക് പോയിട്ട് ആഴ്ചകളായി. ഇങ്ങനെ പോയ കുടുംബം പട്ടിണിയാവും. ചേട്ടൻ വാഴയ്ക്ക് ഓളേറുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഞാനെന്നാ നാളെ അങ്ങ് വരട്ടെ. നാളെ വേണ്ട, 2 ദിവസം കഴിയട്ടെ, എന്നിട്ട് നോക്കാം. എന്നാ ശരി ചേട്ടാ, ഞാൻ വ്യാഴാഴ്ച എത്തിക്കോളാം. വ്യാഴാഴ്ച ജോസ് പണിക്ക് വരും. അപ്പൊ ഫുഡ് തരും. ആ വാഴയ്ക്ക് വളരാൻ പറഞ്ഞില്ലായിരുന്നോ? അതൊന്നും ചെയ്തിട്ടേക്കാം. ഹലോ കൂട്ടുകാരെ, എല്ലാ കുഞ്ഞു മിഷണറിമാർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ നമ്മുടെ ചെറുപുഷ്പം മിഷൻ ലീഗിന്റെ ടാസ്ക് മറ്റൊരാളെ സഹായിക്കുക. അത് നിങ്ങളുടെ കൂട്ടുകാരാകാം, അയൽവക്കംകാരാകാം, മാതാപിതാക്കളാകാം, സഹോദരങ്ങളാകാം, അങ്ങനെ ആരെ വേണേലും നിങ്ങൾക്ക് സഹായിക്കാം. ഒപ്പം 10 നന്മ നിറഞ്ഞ പറയുവാൻ ചെല്ലാൻ മറക്കല്ലേ. എടാ, നിങ്ങൾ ഇന്ന് കേട്ടോ എന്റെ CMന്റെ ടാസ്ക്? ആരെങ്കിലും ഒരാളെ സഹായിക്കണം. എന്നത്തെ പോലെ നമുക്കിത് ഒരുമിച്ച് ചെയ്താലോ? ആ ചേച്ചി, നമുക്ക് പക്ഷെ നമ്മൾ ആരെ സഹായിക്കും? ഹലോ, എന്താ ചേട്ടാ ക്ഷമിക്കണം, എനിക്കിന്ന് വരാൻ പറ്റത്തില്ല. ഓ, ഇതിനേക്കാളും വലിയ കൂലി കിട്ടുന്ന ഏതെങ്കിലും ജോലിക്ക് നിന്നെ ആരെങ്കിലും വിളിച്ചു കാണും. നിനക്കൊക്കെ ജോലി തന്നെ എന്നെ പറഞ്ഞാൽ മതി. എനിക്കൊന്നും കേൾക്കണ്ട. ഇനി ന്യായം നിരത്തിയാൽ മതിയോ? അങ്ങനെ വരത്തില്ലെന്ന് വെറുതെ ഉണ്ടാക്കണ്ട. വലിയ വഴിക്ക് പണി കൊടുത്തു കാണും. അല്ലാതെ നിങ്ങളുടെ കൂട്ടുകാരി അവളുടെ പപ്പ ഇന്ന് ജോലിക്ക് വരാന്ന് പറഞ്ഞാ. ഇപ്പൊ അവന്റെ സൗകര്യം പോയി. വെറുതെ എന്റെ നേരം എടുത്തെടുത്താനെ. എടാ, പറഞ്ഞ പോലെ ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണല്ലോ. ബാ, നമുക്ക് അവളെ പോയി വിഷ് ചെയ്യാം. ഇല്ല അമ്മോ, ആഘോഷങ്ങളും പോയിട്ട് അമ്മയ്ക്ക് മരുന്നിനുള്ള കാശിന് വേണ്ടിയിട്ടാ പപ്പ ഇന്നലെ ജോലിക്ക് വരാനിരുന്നേ. ഇന്നലെ പപ്പയ്ക്ക് ചെറിയ പണിയുണ്ടായിരുന്നു. ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ടെസ്റ്റ് ചെയ്തു, കോവിഡ് പോസിറ്റീവായി. എന്നാ ചെയ്യുന്നറിയില്ല. എല്ലാവരും ആകെ സങ്കടത്തില്ല. ഇതിനിടയിൽ പിറന്നാളിന് കൂടെ ഓർക്കാൻ പോലും കഴിയുന്നില്ല. എന്നാലും നിങ്ങൾ ഓർത്തല്ലോ. താങ്ക് യു കേട്ടോ.
ഡാഡി എന്തിനാ അമ്മയുടെ പപ്പയോട് ദേഷ്യപ്പെട്ടെ? അവളുടെ പപ്പയ്ക്ക് കൊറോണ ആയിരുന്നു, അതുകൊണ്ടാ പപ്പ ജോലിക്ക് വരാത്തത്. പാവം അമ്മ ചേച്ചി ബർത്ത്ഡേ ആയിരുന്നു. അവളുടെ മമ്മയ്ക്ക് പറ്റില്ലെന്ന കാര്യം ഞാൻ ഡാഡിയോട് നേരത്തെ പറഞ്ഞതല്ലേ. അവളുടെ പപ്പയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് ഡാഡി കേട്ടുപോലുമില്ലല്ലോ. വാടാ. മക്കളെ, ഡാഡിക്ക് ഒരു അബദ്ധം പറ്റിയത്, നിങ്ങളോട് ക്ഷമിക്കും. ഡാഡിക്ക് ഞങ്ങളുടെ സീമന്റെ ടാസ്ക് എന്താണെന്നറിയോ? ഒരാളെ സഹായിക്കണം. അമലയുടെ മമ്മിക്ക് വയ്യാത്തത് കൊണ്ട് അവൾ ഇന്ന് പായസം ഒന്നും വെച്ചിട്ടുണ്ടാവില്ല. അമ്മ ചേച്ചിക്ക് ഇന്ന് നമുക്ക് പായസം ഉണ്ടാക്കി കൊടുത്താലോ? ഇന്ന് അമലകളുടെ പിറന്നാളാന്നാ മക്കള് പറഞ്ഞേ. നമുക്കെന്നാ അവരുടെ വീട് വരെ കുറച്ച് പായസം ഉണ്ടാക്കിക്കൊണ്ട് പോവായിരുന്നു. ശരിയാ, എന്നാ ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കാം. മാത്രമല്ല, ഞാൻ കുറച്ച് പലചരക്ക് സാധനങ്ങളോട് മേടിച്ചോണ്ട് തരാം. അവരുടെ അവസ്ഥ എന്താന്ന് ഞങ്ങൾ ചിന്തിച്ചിരിക്കും. പിന്നെ മാത്രമല്ല, രാവിലെ ഞാൻ ജോസിനോട് കാര്യം പോലും അറിയാണ്ട് വെറുതെ ദേഷ്യപ്പെടുകയും ചെയ്യും. ശരി, നിങ്ങൾ പോയി മേടിച്ചോണ്ടോ. ജോസേ, എനിക്കൊരു അബദ്ധം പറ്റിയതാ, എന്നോട് ക്ഷമിക്ക്. എൻ്റെ മോള് പറഞ്ഞപ്പോഴാണ് ഞാൻ എല്ലാം അറിഞ്ഞത്. ഞാൻ രാവിലെ ജ്യൂസ് പറയുന്നത് പോലും കേൾക്കാതെ ബഹളം ഉണ്ടാക്കി. വീടിന്റെ വാതിൽക്ക് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. മോളുടെ ബർത്ത്ഡേക്ക് അല്ലേ, അതുകൊണ്ട് കുറച്ച് പായസവും ഒരു കുഞ്ഞുടുപ്പും. എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങളെല്ലാം അവിടെ എത്തിച്ചോളാം. ശാഖ. അടുത്തതായി മനോഹരമായി ഒരു പിടി ആക്ഷൻ സോങ്ങുമായി നെടിയശാല ശാഖ. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. എലേലേലേ 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 എലേലേലേ. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. When you're jumping up and down, when you're spinning round and round, God's seeing everything you do, 'cause He's watching over you. God is watching over you, 24/7 watching over you. Your life is in His hands, whoa, whoa. He's got great big plans, 'cause He's watching over you. കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെയകറ്റിടണേ, സാത്താനെ ദൂരെയകറ്റിടണേ. കീശയിൽ കാശൊന്നും വേണ്ടെന്നേ, ഈ യാത്രയ്ക്ക് പോകാലോ. കാഴ്ചകൾ കാണാൻ ക്യൂവിൽ നിന്ന് പാസെടുക്കാൻ പോകണ്ട നീ. ചില്ലിട്ട വണ്ടിയിൽ ബ്രേക്ക് അടിച്ച് ബ്ലോക്കായി ബോറടിച്ച് പോകണ്ട നീ. ചില്ലിട്ട വണ്ടിയിൽ ബ്രേക്ക് അടിച്ച് ബ്ലോക്കായി ബോറടിച്ച് പോകണ്ട നീ. മാലാഖമാരുടെ സ്വർണ്ണച്ചിറകിലേറി പറന്നങ്ങ് പോകാലോ. കുക്കുകൂകി കൂകും കുയിലേ, കാക്ക ചൊല്ലിക്കാവും കാകനെ, ലാലലല്ലാടും മയിലേ, ഈ ബ്യൂട്ടി എല്ലാം യേശു തന്നതാണേ. കുക്കുകൂകി കൂകും കുയിലേ, കാക്ക ചൊല്ലിക്കാവും കാകനെ, ലാലലല്ലാടും മയിലേ, ഈ ബ്യൂട്ടി എല്ലാം യേശു തന്നതാണേ. Jesus is the way, the truth and the life. His banner over me is love. Jesus is the way, the truth and the life. His banner over me is love. Jesus is the way, the truth and the life. His banner over me is love. His banner over me is love. Jesus is the സമയം കളയല്ലേ
നദീശാല ശാഖ. ഒരു മനോഹരമായ ഗാനവുമായി എത്തുന്നു മൈലക്കൊമ്പ് ശാഖയിലെ ജെറിൻ ജോസഫ്. കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ, എൻ്റെ ജീവദായകനേ നീ എന്നാശയെന്നുമേ. കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, മരക്കുരിശുമായി നാഥൻ മലമുകളേറി, മനസ്സറകളിൽ എന്നും വാഴുവാനായി, മരക്കുരിശുമായി നാഥൻ മലമുകളേറി, മനസ്സറകളിൽ എന്നും വാഴുവാനായി, മരക്കുരിശുമായി നാഥൻ മലമുകളേറി, മനസ്സറകളിൽ എന്നും വാഴുവാനായി. കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ, എൻ്റെ ജീവദായകനേ നീ എന്നാശയുന്നുമേൻ. കാൽവരിക്കുന്നിൽ. താങ്ക് യു ജെറിൻ. അടുത്തതായി കോലടി ശാഖയിലെ കുഞ്ഞു മിസ്റ്റർമാരുടെ നൃത്ത ചുവടുകൾ ആസ്വദിക്കാം.
സമയമെല്ലാം അവനെനിക്കും പൊറുകമാണോരെ അവനറിയുന്നു മുൾമുടി അവൻ പകരുന്ന പുഞ്ചിരി ഇനി നമുക്ക് നല്ലൊരു വലിയ കാണിച്ചു വന്നുവല്ലോ ഈ അഭയമെല്ലാം അവനിലാണെന്ന് വിളിച്ചുകൊള്ളുക നിന്നെ അടുത്തു നിൽക്കുവാൻ യേശുവും ശരിയെല്ലാവരും അറിയുന്നു. താങ്ക് യു കോളേജ് ശാഖ. നമ്മുടെ മീറ്റിംഗ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ യോഗത്തിന് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നതിനായി മേഖല ജോയിന്റ് സെക്രട്ടറി നവമി സജിയെ ക്ഷണിക്കുന്നു. ഇത്രയും സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, പ്രിയ കുഞ്ഞു മിഷണറിമാരെ, കോവിഡ് മഹാമാരിയുടെ ഈ സാഹചര്യത്തിൽ പരസ്പരം കാണുവാനോ സംസാരിക്കുവാനോ പങ്കുവെക്കുവാനോ സാധിക്കാത്ത ഈ അവസരത്തിൽ നവമാധ്യമങ്ങളുടെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെറുപുഷ്പ മിഷലിംഗ് സ്ഥാപക ഡയറക്ടറായ മാലിപ്പറമ്പിൽ അച്ഛന്റെ അനുസ്മരണ യോഗം രൂപത കുടുംബത്തോടൊപ്പം നമ്മൾ നടത്തിയത്. തൊടുപുഴ മേഖലയ്ക്ക് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിന് രൂപത ഡയറക്ടർ ഫാദർ വർഗീസ് പാറമേലിനോടും രൂപത പ്രസിഡന്റ് കെവിൻ ചേട്ടനോടും ആനിമേറ്റർ ഫിലോറാണി സിസ്റ്ററിനോടും അതോടൊപ്പം തന്നെ രൂപത കുടുംബത്തിലെ ഓരോ ഭാരവാഹികളോടും ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മേഖലാ ഡയറക്ടർ റെവറൻ ഡോക്ടർ സ്റ്റാൻലി കുന്നേലച്ചനോടും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. മാലിപ്പറമ്പിൽ അച്ഛനുമായുള്ള ഒരു നല്ല സന്ദേശം അച്ഛൻ നമുക്കായി പങ്കുവച്ചു. ഞങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോസ് വടക്കേടത്തിനോടും ആനിമേറ്റർ റെജിൻ സിസ്റ്ററിനോടും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇനി നന്ദി പറയേണ്ടത് തൊടുപുഴ മേഖലയോടൊപ്പം പ്രവർത്തിക്കുന്ന 14 ശാഖകളിലെയും ഡയറക്ടേഴ്സിനോടും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനോടും ആനിമേറ്റേഴ്സിനോടുമാണ്. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ ഏറെ സന്തോഷത്തോടെ പ്രോഗ്രാം ചെയ്തു തന്ന 14 ശാഖകളിലെയും കുഞ്ഞു മിഷണറിമാരെ അഭിനന്ദിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തൊടുപുഴ മേഖലയിലെ എല്ലാ ഭാരവാഹികളോടും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് മിഷല്ലേ. മിഷനാന്തത്തോടുകൂടി നമ്മുടെ സമ്മേളനം പര്യവസാനിക്കുകയാണ്. മിഷനാന്തത്തിനായി നെടിയക്കാട് ശാഖയിലെ കുഞ്ഞു മിഷണറിമാരെ ക്ഷണിക്കുന്നു. മക്കളിൽ ആശപൂവനമേ നിൻ ശാന്തി നിൻ കൈകളിൽ സോദരരെ കൈകോർത്ത് മുന്നേറുവിൻ സത്യകാഹളം മുഴക്കി മുന്നേറുവിൻ ചെമ്മന്ന കൊടി പിടിക്കും കൈകൾ ക്രിസ്തുവിനായി പണിയെടുക്കും കൈകൾ വയലുകളെ വിളഞ്ഞ വയലുകളെ വിളവെടുക്കുവാൻ ഞങ്ങൾ അണിനിരക്കുന്നു സ്നേഹവും ത്യാഗവും നുകർന്നു ഞങ്ങൾ സേവനത്തിൻ ദൂതരായി വരുന്നിതാ കരകളും തിരകളും കടന്നു ഞങ്ങൾ സുവിശേഷ ദൂതരായി വരുന്നിതാ ഭാരതമേ നിൻ രക്ഷ നിൻ മക്കളിൽ ആശപൂവനമേ നിൻ ശാന്തി നിൻ കൈകളിൽ സോദരരെ കൈകോർത്ത് മുന്നേറുവിൻ സത്യകാഹളം മുഴക്കി മുന്നേറുവിൻ മുന്നേറുവിൻ മുന്നേറുവിൻ